ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അതിലെ എക്സസൈസ് 4.2-ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റും സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരത്തെ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് 4.2-ലെ തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ടു നമ്പേഴ്സ് ഹൂസ് സം ഈസ് 27 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് 182. ഇത് ചെയ്ത് നോക്കാം. രണ്ട് നമ്പറിൻ്റെ സമ്മ് 27 ആണ്. അതുപോലെ പ്രൊഡക്റ്റ് 180. ദ ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. അപ്പോൾ സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഇവിടെ നമ്പറിൻ്റെ സമ്മ് 27 ആണ്. അതുകൊണ്ട് തന്നെ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ 27 മൈനസ് എക്സ് എന്നെടുക്കാം. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് 182. അപ്പോൾ എക്സ് ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ 27 മൈനസ് എക്സ് ഈക്വൽ ടു 182 എന്ന് നമുക്ക് കിട്ടും. ഇനി സാധാരണ മുമ്പത്തെ കണക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു 27 എക്സ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ. ഈ 182നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. മൈനസ് 182 ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനിൽ എക്സ് സ്ക്വയറിൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ നമുക്ക് പോസിറ്റീവ് കിട്ടും. ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈൻ മാറും. എക്സ് സ്ക്വയർ മൈനസ് 27 എക്സ് പ്ലസ് 182 ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന നമ്പറിൻ്റെ സമ്മ് -27 ആണ്. അതുപോലെ പ്രൊഡക്റ്റ് 182 ആണ്. അപ്പോൾ നമുക്ക് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് 182 കിട്ടുന്ന രണ്ട് നമ്പർ. ഇവിടെയും നമുക്ക് പ്രൊഡക്റ്റിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് നമ്പറും സെയിം സൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സം നേരെ കൂട്ടി തന്നെ എടുത്താൽ മതി, ഡിഫറൻസ് കാണണ്ട. അതിൻ്റെ സമ്മ് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 27 സമ്മ് കിട്ടുന്ന നമ്പർ. ഇപ്പോൾ രണ്ട് നമ്പറിനും സെയിം സൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കിട്ടുന്നത് -27 ആണ്. അതുകൊണ്ട് ഈ രണ്ട് നമ്പറും മൈനസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നു. 1 ഇൻറ്റു 182 ഈക്വൽ ടു 182 ആണ്. അത് കൂട്ടിയാൽ നമുക്ക് 27 കിട്ടില്ല. അപ്പോൾ 2 ഇൻറ്റു ഓരോ നമ്പറും നോക്കുക. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 182 ആണ്. 2 ഇൻറ്റു 91 ആണ്. 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 1 നമുക്ക് ഡെസിമൽ അല്ലാതെ കറക്റ്റ് ഒരു വാല്യൂ കിട്ടില്ല. 7 ഇൻറ്റു 26 കിട്ടും. 8 ഇൻറ്റു 9 ഇൻറ്റു 10 ഇൻറ്റു 11 ഇൻറ്റു 12 ഇൻറ്റു 1 ഒരു ഇൻറ്റീജർ നമുക്ക് കിട്ടില്ല. ഇനി കിട്ടുന്നത് 13 ഇൻറ്റു 14 ആണ് 182. അങ്ങനെ നമ്മൾ ആ നമ്പറിനെ സെലക്ട് ചെയ്തു. ഇക്വേഷനെ മാറ്റിയാൽ എക്സ് സ്ക്വയർ മൈനസ് 13x മൈനസ് 14x പ്ലസ് 182 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എക്സ് സ്ക്വയർ മൈനസ് 13x നിന്നും മൈനസ് 14x പ്ലസ് 182 നിന്നും കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 13x നിന്നും കോമൺ ആയിട്ട് കിട്ടുന്നത് എക്സിനെ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് എക്സ് മൈനസ് 13 മൈനസ് ഇട്ടു. 14x-ലും 182-ലും കോമൺ ആയിട്ടുള്ളത് 14 മൈനസ് 14നെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ്, കാരണം ഇവിടെ 182-ൽ നിന്നും പ്ലസ് 182-ൽ നിന്നും നമ്മൾ -14 പുറത്തേക്ക് എടുത്തത്. അതുകൊണ്ട് ഇവിടെ എക്സ് മൈനസ് 13 എന്ന് കിട്ടും. പിന്നെ ഈ രണ്ട് ടൈമിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 13-ലും -14 ഇൻറ്റു എക്സ് മൈനസ് 13-ലും കോമൺ ആയിട്ട് എക്സ് മൈനസ് 13 ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് 13 ഇൻറ്റു ഫസ്റ്റ് ടൈമിൽ ബാക്കിയുള്ളത് എക്സ് ഇവിടെയുള്ളത് -14 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 13 ഇൻറ്റു എക്സ് മൈനസ് 14 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 13 എന്നും എക്സ് ഈക്വൽ ടു 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമ്മുടെ നമ്പേഴ്സ് എക്സ് ഈക്വൽ ടു 13 ആൻഡ് എക്സ് ഈക്വൽ ടു 14. ഇനി ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഈസ് 365. നോക്കാം. Let the consecutive positive integers be x plus 1. അടുത്തടുത്ത നമ്പറാണ്. അപ്പോൾ ഒന്നിനെ x എന്ന് വിചാരിച്ചാൽ അടുത്ത നമ്പർ x plus 1 ആയിരിക്കും.
ഇനി സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഈസ് 365. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറുകളുടെ സം, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, അപ്പോൾ സ്ക്വയറുകളുടെ സമ്മായി ഈക്വൽ ടു അത് 365. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ വേണം ചെയ്യാൻ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലേക്ക് മാറുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2ab, അതായത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1, അതായത് 2x പ്ലസ് 1 സ്ക്വയർ, അതായത് 1 ഈക്വൽ ടു 365 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ആഡ് ചെയ്താൽ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1, ഈ 365നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, മൈനസ് 365 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 2x സ്ക്വയർ പ്ലസ് 2x മൈനസ് 364 ഈക്വൽ ടു 0 നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ഓരോ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സം ഈസ് ഈക്വൽ ടു 1 ആണ്, അതുപോലെ പ്രൊഡക്റ്റ് ഈക്വൽ ടു പ്രൊഡക്റ്റ് മൈനസ് 182 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് മൈനസ് ആകുമ്പോൾ നമുക്ക് രണ്ട് നമ്പറും ഡിഫറെൻറ്റ് സൈൻ ആയിരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമുക്ക് 1 എന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഈ 182നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 13 ഇൻറ്റു 14 ഈസ് ഈക്വൽ ടു 182 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 13ഉം 14ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 182 കിട്ടും. പ്രൊഡക്റ്റ് 182 ആണ്. ഇനി ഇവിടെ ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ 14 മൈനസ് 13 നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വലിയ നമ്പർ 14 ആണ്. ഈ വലിയ നമ്പറിൻ്റെ സൈൻ വേണം നമുക്ക് ആൻസറിൻ്റെ സൈൻ ആയിട്ട് വരാം. അപ്പോൾ 14 നമുക്ക് പ്ലസും കൊടുക്കാം, 13 മൈനസും കൊടുക്കാം. അപ്പോൾ 14 ഇൻറ്റു മൈനസ് 30 ഈക്വൽ ടു മൈനസ് 182 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. വലുതിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് കിട്ടി. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 14x മൈനസ് 13x മൈനസ് 182 ഈക്വൽ ടു 0 എന്നായിട്ട് മാറുന്നു സ്പ്ലിറ്റ് ചെയ്തപ്പോൾ. ഇവിടെ പ്ലസ് 14ഉം മൈനസ് 13ഉം കൂട്ടിയാൽ അതിൻ്റെ സമ്മ് പ്ലസ് 1 ആണ്. അതുപോലെ പ്രൊഡക്റ്റ് മൈനസ് 182 ആണ്. ഇനി നമുക്ക് ഈ രണ്ട് ടൈമിലും കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ രണ്ട് ടൈമിലും കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് 14xൽ നിന്നും എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 14 എന്ന് കിട്ടും. എക്സ് പുറത്തേക്ക് പോയി. മൈനസ് 13നെ പുറത്തേക്ക് എടുത്തു. മൈനസ് 13 ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് എക്സ്, പിന്നെ മൈനസ് 182ൽ നിന്നും മൈനസ് 13നെ പുറത്തേക്ക് എടുത്താൽ മൈനസ് പോയി. അപ്പോൾ നമുക്കിത് പ്ലസ് ആയി. മൈനസ് 13 പുറത്തേക്ക് പോയി. അപ്പോൾ പ്ലസ് 14 എന്ന് കിട്ടുന്നു ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എക്സ് പ്ലസ് 14 ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 14നെ പുറത്തേക്ക് എടുത്താൽ എക്സ് പ്ലസ് 14 ഇൻറ്റു എക്സ് മൈനസ് 13 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് പ്ലസ് 14 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 13 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 14 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, മൈനസ് 14 ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 13 അപ്പുറത്ത് കൊണ്ടുപോകുന്നു, 13 എന്ന് കിട്ടുന്നു. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 13 ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 14 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ മൈനസ് 14 എടുക്കാൻ പറ്റില്ല, പോസിറ്റീവ് നമ്പർ. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 13 എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ, ഒന്ന് എക്സും ഒന്ന് എക്സ് പ്ലസ് 1ഉം ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 13 പ്ലസ് 1 ഈക്വൽ ടു 14. അപ്പോൾ therefore two consecutive integers are 13 and 14 എന്ന് നമുക്ക് കിട്ടുന്നു.